ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാവും ഗ്ലീറ്റോ പായസം കുടിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. നമ്മുടെ വീട്ടിലൊരു സാധനം ഉണ്ടാക്കുമ്പോഴത്തേനും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തിട്ടല്ലേ നമ്മളില്ലാതാക്കുന്നത്. ദേ ഇപ്പം ഈ താള് കറി വെക്കാൻ പോണ്, അങ്ങനെ വെക്കാറില്ല. അതുകൊണ്ട് ഉണ്ടാക്കുമ്പോൾ ഒരുവിധം അവർക്ക് കൊടുക്കൂലേ. അപ്പോൾ കൊടുക്കാതെ തരാതെയൊക്കെ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വിഷമം ഉണ്ടാവും. മനുഷ്യരല്ലേ. നീ പറഞ്ഞു പറഞ്ഞത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവർ പായസം ഉണ്ടാക്കി കുടിച്ച് നമുക്ക് തന്നില്ല, പോട്ടെ. നമ്മളിത്തിരി ബർമസിലിയും പാലും ഒക്കെ മേടിച്ച് പായസം ഉണ്ടാക്കിയാൽ തീരണ പ്രശ്നമല്ലേ ഉള്ളൂ. എന്നിട്ട് അവർക്കും കൂടെ കൊടുക്കാം. അപ്പോൾ അവർ മനസ്സിലാക്കട്ടെ മര്യാദ ഏതാണെന്നുള്ളത്. ഞങ്ങൾ കുറച്ച് സേമിയ പായസം ഉണ്ടാക്കി, അത് തരാന്ന് വെച്ച് വന്നതാ. അങ്ങനെ അയൽവക്കക്കാർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വിഭവസമൃദ്ധമായിട്ടൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ ഉള്ളതിലൊരു പങ്ക് കൊടുക്കാതെ കഴിക്കാൻ നമ്മുടെ മനസ്സനുവദിച്ചില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞ് വിശ്വസിക്കൂല. ഞാനും സേമിയ പായസം കുടിക്കണം പറഞ്ഞിരിക്കായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ എപ്പോഴും കളിയാക്കൂലേ പുന്നാരപ്പങ്ങളെന്ന്? ഇടി എന്റെ മനസ്സും വയറും അറിയാവുന്ന അവള് മാത്രമേ ഉള്ളൂ ഈ ലോകത്ത്. ഒരു ഉളുപ്പില്ലാതെ പറയണോ? ഗ്ലാസ് എടുത്തോണ്ട് പോയി. നിനക്ക് എന്താ അത്ര കൊതി? നീ ലില്ലി ഉണ്ടാക്കിയത് കുടിച്ചില്ലേ? ലില്ലി ഉണ്ടാക്കി തരുന്നതല്ലേ നിനക്ക് കുടിക്കുന്നത്? അത് വലിയ കോമഡി ആയി പോയി. ഉണ്ടാക്കിയില്ലേ ചേച്ചി? സേമിയൊക്കെ ഏട്ടൻ മേടിച്ചോണ്ട് വന്ന് 2 ദിവസം കഴിയുമ്പോൾ നല്ലുവിന്റെ ബർത്ത്ഡേ അല്ലേ, അന്ന് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനും വിചാരിച്ചു ഇപ്പൊ ഇന്ന് പായസം ഉണ്ടാക്കിട്ട് മറ്റന്നാ പായസം ഉണ്ടാക്കുമ്പോ അതിനൊരു ത്രില്ലല്ലോ. കൊച്ചുങ്ങളല്ലേ. അതൊന്നും അല്ലടി, അത് ഞാൻ ഇവിടെ ഉള്ളതുകൊണ്ട് മനഃപൂർവ്വം വെക്കായിരുന്നു അവര്. ഞാൻ കണ്ടല്ലോ അമ്മാവും കുടിക്കുന്നത്. ആ സേമിയ പായസം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് അകത്ത് വന്ന് നോക്കിയപ്പോൾ എനിക്ക് ഓട്സ് കലക്കി തന്നേക്കണം. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. ആ ദേഷ്യത്തിന് വന്നിരുന്ന് കുടിക്കുമ്പോഴാണ് നിന്റെ ഒരു ചോദ്യം. അപ്പൊ ഞാൻ സേമിയ പായസം എന്നാണ് പറഞ്ഞു. കണ്ട വേണ്ട, അതെ നീ ഉണ്ടാക്കുമ്പോഴേ പ്രശ്നമുള്ളൂ. ഇത് അവൾ ഉണ്ടാക്കിയത് വിധി ഉണ്ടെങ്കിൽ അമ്മാവനൊരു ഇച്ചിരി തരുള്ളൂ കേട്ടോ. കുടിക്കാനുള്ള വേഗം ഒഴിക്കോട്ട്. ഞാൻ ഒഴിക്കട്ടെ. നീ ഒഴിച്ച് പിന്നെ കുടിച്ചോ. നീ നോക്ക് കണ്ട സ്വന്തം ഇപ്പഴാ മനസ്സിലായല്ലേ നമുക്ക് സ്വന്തം മക്കൾ കുടിച്ചായിരുന്നു. ഞാൻ സപ്ലർ ആയല്ലോ. അടിപൊളി. അതാ അവൾക്ക് കൈപ്പിണി ഉള്ളടി. അമ്മയുടെ കൈപ്പിണി മക്കൾ വെച്ച് കുടിച്ചോ. മധുരമൊക്കെ പാകത്തിന്. നിങ്ങൾ കുടിച്ചാൽ ആവശ്യം പോലെ പായസം കണ്ടിട്ടില്ല. അയ്യോ ചേച്ചി, ഇത് തീർന്ന് പിള്ളേർക്ക് കൊടുത്തില്ലല്ലോ. പിള്ളേർക്കുള്ളത് മുത്തൻ്റെ കുറച്ച് കൊടുത്തു വിടണേ. വേഗം കൊടുത്തോണ്ടേ. അമ്മാവനോട് കുറച്ച് കൊടുത്തോ.